വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ജയിലിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിലുള്ള അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ബി അരുണുമൊപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് സാരംഗും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ബി അരുണിലേക്ക്. അരുൺ, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? ഭവ്യ, രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അയാളെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. ക്രൂരമായ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് തന്നെ അത്ര അതിക്രൂരമായ ക്രൂരനായ കൊലപാതകി ആയതുകൊണ്ട് തന്നെ അയാളെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് ഇന്ന് തടവുള്ളികൾക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ TV കാണാനുള്ള അവസരമുണ്ടായിരുന്നു. സെല്ലിൽ നിന്ന് പുറത്തിറക്കി TV കാണാൻ കൊണ്ടുപോകുമ്പോൾ ഇയാൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ജയിൽ ഉദ്യോഗസ്ഥർ മാറിയ സമയത്ത് പുറത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്ത് ശുചിമുറിയിലേക്ക് ഇറങ്ങുകയും അവിടെ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായ പരിക്ക് ഇയാൾക്കുണ്ട്. ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാളെ ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് തന്നെ ഇയാളെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ജയിലിലെ ആംബുലൻസിൽ ഇപ്പോൾ ഇയാൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ഇയാൾ ജീവൻ നിലനിർത്തുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ, ആരോഗ്യ പ്രവർത്തകർ ഉള്ളത്. പക്ഷേ ഇയാളുടെ നില ഓരോ നിമിഷവും കൂടുതൽ മോശമാകുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. സ്വന്തം സഹോദരനെയും അനിയനെയും സ്വന്തം കാമുകിയെയും അടുത്ത ബന്ധുക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇയാൾ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണത കാട്ടിയിരുന്നു. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ എലിവിഷം കഴിച്ചു എന്ന മൊഴി നൽകിയിരുന്നു. പോലീസ് ദിവസങ്ങളോളം ഇയാളെ ചികിത്സിച്ചിരുന്നു. അതിനുശേഷമാണ് ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത്. വീണ്ടും ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ആ രീതിയിൽ ആത്മഹത്യാ പ്രവണതയുള്ള കുറ്റവാളിയെ കണ്ടു തന്നെയുള്ള പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇയാൾ ശുചിമുറിയിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതീവ ഗുരുതരമായി ഇയാളുടെ ആരോഗ്യസ്ഥിതി തുടരുന്നുവെന്നാണ് നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? നിലവിൽ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 കാലോടെയായിരുന്നു അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ച് ശുചിമുറിയിൽ നിന്നും തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് തന്നെ MICയിലേക്ക് മാറ്റുകയും പിന്നീട് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞതിന്റെ ഭാഗമായി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. നിലവിൽ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മറ്റും നടത്തുന്നു. 2 ദിവസം മുൻപെയാണ് സൽമാ ബീവി, അതായത് ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമങ്ങാട് ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. അതിനുശേഷം 2ാമത്തെ ദിവസമാണ് അഫാൻ വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. കൊലപാതകം നടന്ന അന്ന് തന്നെ എലിവിഷം കഴിച്ചതിന് ശേഷമായിരുന്നു അഫാൻ പോലീസിൽ കീഴടങ്ങിയത്. അന്നും ഇതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയതിനു ശേഷമായിരുന്നു മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നത്. ഇന്ന് ശുചിമുറിയിൽ, അതായത് പൂജപ്പുര ജയിലിലെ UT ബ്ലോക്കിലെ ശുചിമുറിയിലായിരുന്നു അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത്. മുണ്ടുപയോഗിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതിനിടെ, വാർഡൻ കാണുകയും വാർഡൻ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ അതീവ ഗുരുതരമായിട്ടാണ് നില തുടരുന്നത്. വെന്റിലേറ്ററിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.